ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ എലമെൻസിൻ്റെ സാധനങ്ങളൊക്കെ പോയി എടുക്കാൻ പോയതാട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരും വഴിക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്നിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. സാറ് വടക്കാഞ്ചേരിക്ക് സാധനങ്ങളായിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വടക്കാഞ്ചേരി പോയിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ വാങ്ങിച്ചിട്ട് വീട്ടിലെത്തിയപ്പോൾ പിള്ളേരൊക്കെ ഇഷമോൾ ഇവിടെ ഉണ്ട്. പിള്ളേരെല്ലാവരും ആ മോളിലത്തെ വീട്ടിലായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഇച്ചമ്മോൾ ഓടി വന്നതാട്ടോ. ബാക്കിയുള്ളവരൊക്കെ അവിടെ അവരെ വീട്ടിൽ കുരുമുളക് എന്തോ പൊട്ടിക്കുന്നുണ്ട് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇപ്രാവശ്യം ഇറക്കിയേക്കുന്നത്. ഇത് കവചപ്രാവശ്യമാണ്. ഇത് ഞാനിപ്പോൾ ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറക്കിയതാണ് കേട്ടോ. അടിപൊളി സാധനം കേട്ടോ അത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറേ ഗുണങ്ങളുണ്ട് അതിന്. ഒക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത് കോക്കനട്ടിൻ്റെ എന്താ പറയുക കണ്ടീഷണർ ഷാമ്പു ആണ്. ചെറുതാണ്, സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലുതൊക്കെ കൊടുന്ന് കൊടുക്കും. പിന്നെ ടോയ്ലറ്റ് ക്ലീനറും റൗണ്ട് ബാർ സോപ്പും പിന്നെന്താ എലമെൻസിൻ്റെ തന്നെ ഫേസ് വാഷും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ അൽഹംദുലില്ലാ കുറച്ചൊക്കെ പോയിട്ടാണ്. ഇന്നലെ എന്താ പറയുക വേണമെന്ന് പറഞ്ഞവർക്കൊക്കെ ഞാൻ ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹെയർ ഓയിലൊക്കെ അടിപൊളിയാട്ടോ. മുടി കൊഴിച്ചിലിനും താരം പോവാനും തല അങ്ങനെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ലേ, തല നന്നായി ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ ഞാൻ മുന്നേ കൊടുത്തിട്ട് എല്ലാവരും നല്ല റിസൾട്ടായിട്ടാണ് പറഞ്ഞത്. ഞാൻ കൊടുത്ത പ്രോഡക്റ്റുകൾക്കൊക്കെ എല്ലാവരും നല്ല റിസൾട്ടായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇതുവരെ ഒരാൾ മോശം എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇറക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ്. പിന്നെ നാൾ കമൻറ്റിൽ കണ്ടു ഇതൊന്നും വലിയ കാര്യമില്ല, ഇതൊക്കെ വെറുതെയാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റിൽ കണ്ടു. പക്ഷെ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് തോന്നുള്ളൂ. പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ എനിക്കിത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് എൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. വീട്ടിലത്തെ ഒരുപാട് പൈസ കിട്ടുന്നുണ്ടെന്നല്ല പറയുന്നത്. ഞാൻ ചെയ്യുന്നതിനനുസരിച്ചുള്ള പൈസ എനിക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കിപ്പോൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇത് ചെയ്യാൻ വെറുതെ ഇരുന്നിട്ട് നമുക്ക് വെറുതെ പൈസ എവിടെ നിന്ന് കിട്ടില്ലല്ലോ. കുട്ടിയെ കൂടെ ഒരു 10 രൂപ കൂട്ടാനായിട്ട് പറ്റണ ഒരു സംഭവം തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 5-6 പ്രാവശ്യമായില്ലേ സാധനങ്ങൾ ഇറക്കണു. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ ഇറക്കണുള്ളൂ, ഒരുപാട് ഇറക്കണമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇത് ബാഗിലിട്ടിട്ട് കുറേ വീടാന്തരം കയറി ഇറങ്ങി അങ്ങനെയൊന്നുമില്ല. നമുക്ക് വേണ്ടപ്പെട്ടവർക്കും പിന്നെ അവർ പറഞ്ഞിട്ട് മറ്റുള്ളവർ അറിയുമ്പോൾ നല്ല സാധനങ്ങൾ കൊടുക്കുമ്പോൾ എന്തായാലും നമ്മൾ ഷെയർ ചെയ്യുമല്ലോ. അങ്ങനെ അങ്ങനെ ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവർ പറഞ്ഞിട്ട് മേടിക്കുന്നതും അങ്ങനെയായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്. ഞാൻ കൊടുത്ത സാധനങ്ങളൊക്കെ നല്ല റിസൾട്ട് ഉണ്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെയും പിന്നെയും നമുക്ക് ഇറക്കാനും കൊടുക്കാനും ഒക്കെ തോന്നും കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോണത്. എന്തായാലും എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഓരോരുത്തർക്കൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് വിജയിച്ചിട്ടുണ്ടാവില്ല. അതിപ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും ഒരേ അവസ്ഥ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് വന്നവർക്ക് കുറച്ച് 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 കിട്ടുമ്പോൾ അത് അങ്ങനെ അവർക്ക് തോന്നുന്നത് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ കുറച്ച് പ്രതീക്ഷിച്ചിട്ട് വരുന്നവർക്ക് ഇത് നല്ലൊരു കാര്യമാണ്. പിന്നെ പിന്നെ കൂടുതൽ കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കൂടി കൂടി വരും. അങ്ങനെ കൂടി കൂടി വന്നവരാണ് നമ്മുടെ ഈ ടീമിലുള്ളവരെല്ലാവരും കേട്ടോ. അപ്പം നമ്മുടെ ടീമിലുള്ളവർ തന്നെ എല്ലാവർക്കും ഇങ്ങനെ മാറ്റങ്ങൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയല്ലേ, നമുക്കൊരു ഇൻട്രസ്റ്റ് തന്നെയല്ലേ. അതുപോലെ തന്നെ കേട്ടോ എനിക്കിത് എന്തായാലും നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്കും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നല്ല വില കുറവിൽ കിട്ടും ചെയ്യും. നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു വരുമാനം കിട്ടും ചെയ്യും. നല്ലതാണെന്ന് പറയുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം കിട്ടും ചെയ്യും. എല്ലാം കൊണ്ടും വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ എന്താ പറയുക ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, കുറേ കോണ്ടാക്റ്റ് ഉണ്ട്, കുറേ ആൾക്കാർ വിളിച്ചിട്ട് നമ്മളോട് സാധനങ്ങൾ ചോദിക്കുന്നുണ്ട്, നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. നമുക്കൊരു എന്താ പറയുക നമ്മൾ പറയില്ലേ നമ്മൾ ഇപ്പോൾ ആലോചിക്കാനൊന്നും സമയമില്ല, തിരക്കിലാണെന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയിലൊക്കെ ആയി. അത് കാരണം തന്നെ നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നിട്ടും വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി. എന്തിലേക്കൊക്കെ ഇറങ്ങി തിരിച്ചാൽ തന്നെയാണ് നമ്മൾ ഒക്കെ പടച്ചവൻ കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞിട്ടിരുന്നിട്ടൊന്നും കാര്യമില്ല എന്ന് ഏകദേശമൊക്കെ പിടുത്തം കിട്ടിയിട്ടാണ്. നമ്മളും പ്രയത്നിക്കണം, പടച്ചവൻ്റെയും ഒരു അനുഗ്രഹം വേണം. എന്നാൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് നടക്കുള്ളൂ കേട്ടോ. അപ്പം ഞാൻ രാവിലെ എണീച്ചിട്ട് എൻ്റെ യുദ്ധങ്ങളാണ് കാണുന്നത്. കാലത്ത് കുട്ടികൾക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ടാവും കേട്ടോ. എന്താ വെച്ചാൽ രാവിലെ 6 മണിക്കാണ് ഒരു മോർണിംഗ് മീറ്റിംഗ് ഉണ്ട്. അപ്പം ഞാനത് ഓണാക്കി വെച്ചിട്ടാണ് നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യുക. ചായയും കടിയൊക്കെ ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് വീഡിയോ പിടിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ പുട്ടും എന്താ പറയുക മുതിരക്കറി ഉണ്ടാക്കിയത്. അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് അതുകൊണ്ടാണ്. ഇന്ന് എണീക്കാനും കുറച്ച് നേരം വൈകി.
അപ്പോൾ രാവിലെ എന്നിട്ട് അതൊക്കെ ഉണ്ടാക്കി കുട്ടികളെ കുഞ്ഞുവിനൊക്കെ ട്യൂഷന് കൊണ്ടാക്കി കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെയുള്ള പരിപാടികളൊക്കെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ പാത്രം കഴുകലും അടുക്കളൊക്കെ സെറ്റ് ചെയ്യാണ്ടായിരുന്നു, കുറേ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ, കുറേ പണികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പം നമ്മുടെ ലിക്വിഡിൻ്റെ ഗുണങ്ങൾ ഇപ്പോൾ ഞാൻ പാത്രം കഴുകുമ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതിലത്തെ ഒരു പ്രോഡക്റ്റ് തന്നെ കേട്ടോ അത്. അത് വെച്ചിട്ട് പാത്രം കഴുകുമ്പോൾ നല്ല പതയും കാര്യങ്ങളും പാത്രങ്ങളൊക്കെ നല്ല വൃത്തിയാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കാൻ തന്നെയാണ് ഞാനും വേണ്ടിയിട്ട് അത് ഇത്രയും അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് വീഡിയോ എടുത്ത നാളിപ്പോൾ അതുപോലെ ഇവരുടെ പേസ്റ്റ് നല്ലതാ പറഞ്ഞിട്ട് ഞാൻ കുറ്റം പറയില്ല കേട്ടോ നിങ്ങളതിനൊന്നും. ഉപയോഗിച്ചവർ പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പേസ്റ്റ് നല്ലതാ പറയും, സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സോപ്പ് നല്ലതാ പറയും. അങ്ങനെയാണ് ഇതിലത്തെ ഓരോ പ്രോഡക്റ്റുകളും. എനിക്കും വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിലേക്ക് വരുമ്പോൾ. പക്ഷേ നമ്മൾ ഓരോ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് ഇതിലേക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയത്. അത്രയും നല്ല പ്രോഡക്റ്റുകളാണ് ഓരോന്നും. പേസ്റ്റ് ആയിക്കോട്ടെ, സോപ്പ് ആയിക്കോട്ടെ, എല്ലതും ഒന്നിനൊന്ന് മെച്ചെന്ന് പറയില്ല, അതുപോലെയാണ്. അപ്പോൾ അതന്നെ നമ്മൾ ഓരോരുത്തർക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോഴും അവർക്ക് നമ്മളോടുള്ള സ്നേഹവും ഇനി വേണമെന്ന് പറയാനുള്ളൊരു കാരണം അത് തന്നെയാണ് കേട്ടോ. ആ പ്രോഡക്റ്റിൻ്റെ ഒരു ഗുണം തന്നെയാണ്. അപ്പോൾ പാത്രമൊക്കെ കഴുകൽ കഴിഞ്ഞു. പിന്നെ രാവിലെ പുട്ടായ കാരണം പിന്നെ പണികളൊക്കെ എളുപ്പം കഴിഞ്ഞു. പുട്ടുണ്ടാക്കിയാൽ മതി എന്ന് കുഞ്ഞു പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ കുഞ്ഞുവിന് ഇഷ്ടമല്ല പുട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും അവൻ പറഞ്ഞു പുട്ടും മുതിര ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇന്നലെ തന്നെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ട് ഉണ്ടാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ മുതിര വെള്ളത്തിലിട്ട് വയ്ക്കുക, അല്ലാണ്ട് വേറെ ഒന്നും സെറ്റ് ചെയ്യാല്ല കേട്ടോ. പുട്ടിലേക്ക് എന്താ സെറ്റ് ചെയ്യാറ്, മുതിര കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ അതൊക്കെ ഉണ്ടാക്കി പുട്ടൊക്കെ ഉണ്ടാക്കി കുഞ്ഞുവിന് കൊടുത്തു, അവനെ ട്യൂഷന് കൊണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചായ കുടിച്ചു. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നത്, കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. പാത്രങ്ങൾ പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് വെള്ളം വരുന്നില്ല, ജലനിധിയുടെ വെള്ളമൊന്നും വരുന്നില്ല. അപ്പോൾ അത് കാരണം മോട്ടർ ഇടണം. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇടണം. അങ്ങനെ തോനെ വെള്ളമില്ല കേട്ടോ ഗോൾ കിണറ്റിൽ, കുറച്ച് വെള്ളമുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് മോട്ടർ ഇട്ടാലും നമുക്ക് വെള്ളം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നത് ഐഷമോളേനൊക്കെ കുളിപ്പിച്ച് കൊടുത്ത് അവൾക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കുകയാണ്. അവളെ 9:30 ആകുമ്പോൾ അങ്ങോട്ട് ആക്കി കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ യൂണിഫോമൊക്കെ അവൾ തന്നെ ഇടും കേട്ടോ. രാവിലെ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ തന്നെ കുളിക്കുകയും ചെയ്യും കേട്ടോ. ചിലപ്പോൾ മാത്രമേ ഞാൻ കുളിപ്പിച്ച് കൊടുക്കാറുള്ളൂ. ഇപ്പോൾ തന്നെ കുളിക്കാനൊക്കെ അറിയാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി പിന്നെയുള്ള മുടി കെട്ടാനൊന്നും അറിയില്ല കേട്ടോ. മുടിയൊക്കെ ഞാൻ കെട്ടി കൊടുക്കണം, അല്ലാതെ അറിയില്ല. അതൊന്നും പഠിക്കാറായിട്ടുമില്ല. അത് സമയമാവണല്ലോ, ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ചെയ്യണതൊന്നും എൻ്റെ താത്താരൊക്കെ പറയും ചെറിയ കുട്ടികളായിട്ട് ഇരിക്കണതാണ് നല്ലത്. ഇപ്പോൾ അവരൊക്കെ വലുതായില്ലോ. അപ്പോൾ എൻ്റെ താത്താരൊക്കെ പറയാറുണ്ട് കേട്ടോ, ചെറിയ കുട്ടികളായിട്ട് ഇരിക്കണത് നല്ലത്. നമ്മളപ്പോൾ തോന്നും ഇവരൊക്കെ ഒന്ന് വലുതായെങ്കിൽ തോന്നും, അതൊക്കെ വെറുതെയാണ്. വലുതായതിനേക്കാളും നല്ലത് ചെറുതായിട്ട് ഇരിക്കണതാണ് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് മക്കളെ നോക്കുമ്പോൾ അത് ആസ്വദിച്ച് ചെയ്യുക, നല്ല സന്തോഷം പോലെ ചെയ്യുക. അപ്പം നമുക്ക് വലുതായി കഴിഞ്ഞാൽ നമുക്കതൊക്കെ ആലോചിക്കാനും, നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു സുഖം കിട്ടും, അവർക്ക് മക്കൾക്ക് ആലോചിക്കുമ്പോഴും ഒരു സുഖം കിട്ടും. എൻ്റെ ചെറുപ്പകാലത്തെ കാര്യങ്ങളൊന്നും ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു സുഖമില്ല കേട്ടോ. അങ്ങനത്തെ ചെറുപ്പകാലമൊക്കെ ആയിരുന്നു നമ്മുടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഞാൻ പറയാറുണ്ട്, മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ പശുക്കളും അങ്ങനെയുള്ള ഒരു സാഹചര്യമായിരുന്നു. പണികളുണ്ടായിരുന്നു, ഇഷ്ടം പോലെ പണികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പ ഉണ്ടായിരുന്നില്ല. ഉപ്പ ചെറുപ്പത്തിൽ ഞങ്ങൾ കുട്ടികളിരിക്കുമ്പോൾ തന്നെ ഉപ്പ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കുറേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് വളർന്നിട്ടുള്ള ഒരു രീതിയാണ് ഞങ്ങളെല്ലാവരും കേട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ താത്താരായാലും ഇക്കാക്കാരായാലും എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പം അത് കാരണം നമ്മുടെ ലൈഫൊക്കെ അങ്ങനെ ആയിരുന്നു. അപ്പം നമ്മുടെ മക്കൾ എന്താ പറയുക, ഉള്ളത് കൊണ്ട് സന്തോഷിപ്പിച്ചിട്ട് അവരെ വളർത്തുക, അത്ര ഞാൻ ഉദ്ദേശിക്കാറുള്ളൂ കേട്ടോ. കുട്ടികൾ നല്ല സന്തോഷമായിട്ടിരിക്കണം. അവർക്ക് ചെറുപ്പത്തിലത്തെ കാര്യങ്ങളൊക്കെ എത്ര വയസ്സായാലും അവർക്കതൊക്കെ ഓർമ്മ ഉണ്ടാവും. നമുക്കിപ്പോൾ നമ്മുടെ ചെറുപ്പത്തിലത്തെ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയില്ല, അതുപോലെ തന്നെ അവർക്കും വലുതായി കഴിഞ്ഞാൽ നല്ല ഓർമ്മ ഉണ്ടാവും ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്കത് ആലോചിക്കുമ്പോൾ ഒരു സുഖം കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അവരെ എന്താ പറയുക, നന്നായി സ്നേഹിക്കുക, നന്നായി വളർത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നാളെ നല്ലൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.